ഇന്ന് എൻ്റെ കോഴികളെ ഒന്ന് പരിചയപ്പെടുത്തിയാലോ. ഇന്ന് മേടിച്ച മുട്ടക്കോഴികളാട്ടോ. ഇറച്ചിക്കടയിൽ നിന്ന് കിലോ 250 രൂപ, അതായത് ഒരെണ്ണം 250 രൂപ ആയിട്ടുണ്ട്. രണ്ടുപേരെ മേടിച്ച്. തൂക്കവും കേടൊന്നുമില്ല, രണ്ടും പെടകളായിരിക്കണം. പിന്നെ ഇത് ഇന്നലെ മേടിച്ച് കെട്ടപ്പനയിൽ നിന്ന് മേടിച്ച് 3 കോഴികൾ, 2 വെള്ള, ഒരു കൂട്ടിലിട്ടൊക്കെ രോഗമൊക്കെ പോയതാണ്, കൊത്തിപ്പറച്ച് ചെയ്യുന്നതാണ്. 1 കിലോ പോലും ഇല്ല കേട്ടോ. 3 കൂടി ഒരു 1.5 കിലോ വന്നു മുട്ടയിടുന്ന ഒരാൾ. കാണാൻ നാടൻ കോഴിയുടെ ഒക്കെ ലുക്കുണ്ട്. ഒത്തിരി വെറൈറ്റീസ് ബ്രീഡ് ഉള്ളത് കാരണം അടയിരിക്കോ ഇല്ലെന്ന് നമുക്ക് വളർത്തി നോക്കിയാലേ അറിയത്തുള്ളൂ. നമ്മളൊരു വ്യക്തിയുടെ കയ്യിൽ നിന്നല്ലല്ലോ മേടിച്ചൊരു പൊതുവെ കോഴിനെ വിൽക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് മേടിച്ച കാരണം അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. ഇതൊരു ലോക്കൽ കോഴ കേട്ടോ. ഇത് നമ്മുടെ മുട്ടകളെ ഞാൻ അങ്ങനെ എടുക്കാറില്ല. വേണം ഇവർ അടയിരിക്കുന്ന കോഴികളായതുകൊണ്ട് അവർ തന്നെ അടയിരിക്കട്ടെ എന്ന് ഓർത്ത് വെച്ചിരിക്കുന്നതാണ്. അതൊരാൾ മുട്ട കേട്ടോ ഇത്. പിന്നെ ഇത് ഞാൻ കോഴിനെ അട വെച്ചിരിക്കുന്നതാണ്, മറ്റുള്ള കോഴി ശല്യം ചെയ്യാതിരിക്കാൻ. എന്നടാ ലോക്കലായിട്ട് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെയും ചെയ്യാമല്ലോ. നമ്മുടെ വെത്തുകാൽ ബ്രീഡപ്പെടുന്ന അസീൽ ബ്രീഡ് കേട്ടോ. പുള്ളിപ്പെണ്ണ, അവളും അടയിരിക്കുക. ഇത് കത്തിക്കാൽ അസീൽ ബ്രീഡപ്പെടുന്ന പെടക്കുട്ടികളാണ് രണ്ടുപേരും, ഇവരും അടയിരിക്കുക കേട്ടോ. ഇത് മുട്ടയ്ക്ക് വേണ്ടി ഒതുക്കി വെച്ചതാണ്. ഇവിടെ ഭയങ്കരമായിട്ട് മുട്ടയൊക്കെ കൊത്തി കുടിക്കുമായിരുന്നു. ഇവളും അവിടെ ഇരിക്കുക കേട്ടോ. സെറ്റപ്പായിട്ടൊന്ന് ചെയ്ത് കൊടുക്കണം. മുട്ടയുണ്ടെന്നൊന്നും അറിയത്തിതുണ്ടോ. പിന്നെ ഇവൻ നാടനായിരിക്കും, എനിക്ക് കൺഫേം ആയിട്ട് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. ഇവർ രണ്ടുപേരും അടയിരിക്കുന്ന പടകളാട്ടോ. ഇത് തമിഴ്നാട്ടിലെ ഇറച്ചിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം നാടൻ കോഴിയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഒരുമിച്ചെടുത്ത് വലിപ്പ വ്യത്യാസം കണ്ടോ. ഇത് ഇവർ കൊട്ടിലെ അപ്പൻ. പിന്നെ ഇത് ആ ചെക്കനും ഇവിടുത്തെ ഏതോ ഒരുത്തിക്കുണ്ടായ പിള്ളേരായ അതിൻ്റെ മുട്ടയെന്നറിയത്തില്ല. നമ്മുടെ ഈ തടിച്ചിപ്പാറുവാണോ ഇതുങ്ങളുടെ അമ്മ. കണ്ടാൽ നാടനല്ലെന്ന് തോന്നുമല്ലേ, ഇവിടെ അടയൊക്കെ ഇരിക്കും കേട്ടോ. ഇത് ഒരു ബാത്റൂമിൻ്റെ സൈഡും അതിൻ്റെ റൂമിൻ്റെ സൈഡും കൂടി പൊട്ടിയ ഷീറ്റുകളിട്ട് അടിച്ചു കൂട്ടി ഉണ്ടാക്കിയൊരു കൂടാട്ടോ. ഇവനല്ലാതെ ഒരു 5-6 പേര് നമ്മുടെ വീട്ടിൽ വന്ന് കൂടിയത് കേട്ടോ. ഇതിലെ നടക്കുന്നുണ്ട്. കൂടിന് വലയൊക്കെ ഒന്ന് താത്തി ഇട്ടിട്ടും പോലും ഇല്ല. അത്രയ്ക്കും ലോക്കലാണെങ്കിലും പോലും ചെറിയൊരു വിശ്വാസം. പുറത്തു വന്നാൽ നോക്കണ്ട, കൂടി ഇവന്മാർ പൊളിക്കില്ല കേട്ടോ. പൊളിച്ചിട്ടില്ല, നമ്മൾ തീറ്റയൊക്കെ കൊടുക്കുന്ന കാരണമായി. ഇത് ചെറിയ തോതിലുള്ള ഗപ്പി. ഇമ്മാർ പട്ടിക്കുട്ടന്മാർ ചെയ്യുന്ന പണിയാട്ടോ. ഗപ്പി വെള്ളത്തിലാണ്, വെള്ളമൊക്കെ കുറഞ്ഞിടയ്ക്കാണ് ഇപ്പം വെള്ളമൊക്കെ അടിക്കുന്നത്. പ്രാവുംകുട്ടന്മാർ ഹോസ്പിറ്റലാട്ടോ. അതായത് എന്താ പറഞ്ഞത്, കഴുത്ത് വെട്ട് പോലത്തെ രോഗം വന്ന് കിടക്കുന്നതാണ്. ഇത് എൻ്റെ ചുഞ്ചിരി പെണ്ണ്, ഓർക്കാപ്പുറത്ത് ലക്കിക്ക് കിട്ടിയത്. ഇതൊക്കെ നമ്മൾ വിചാരിച്ച് മേടിക്കുന്നൊന്നുമല്ല കേട്ടോ. ഇവിടെ അട വെച്ചിട്ടില്ല. അപ്പുറത്ത് കൂട്ടിക്കിടന്ന പുതിയ വെള്ളക്കോഴികളായിട്ട് സെറ്റായിട്ട് വെക്കാമെന്ന് ഓർക്കാം. ഒന്ന് അവിടെ ഇരിക്കട്ടെ. എന്നാ 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 പിന്നെ കുറച്ച് പ്രാവുണ്ട്. അപ്പം പ്രാവും കോഴിയും കൂടി അത്ര വളർത്തുന്ന അത്ര സെറ്റായ കാര്യങ്ങളല്ല, ആക്രമിച്ച് കൊല്ലും. അതുകൊണ്ടൊരു പേര് ഇവൾക്ക് പറക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന കേട്ടോ. പിന്നെ ഫാൻസിക്കോഴിയുടെ തുടക്കം ഇവിടെ കേട്ടോ. സെപ്പറേറ്റാ നമ്മുടെ ഫാൻസിക്കോഴിയാണ്. ഒരാൾ മിനിയേച്ചറും ഒരാൾ അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ഇപ്പം എൻ്റെ കിട്ടിയിട്ട് തന്നെ 1 വർഷം മിച്ചമാക്കുന്നു. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഓണത്തിന് കിട്ടിയതാണ്. പിന്നെ ടർക്കിക്കുട്ടൻ, ഇവനറിയാലേ, ചുണ്ടനല്ലേ ഞങ്ങളുടെ വില്ലൻ. ഈ കൂട്ടിലെ പകുതി എണ്ണത്തിനെ അടിച്ചു കൊല്ലുന്ന ഇവനെ പേടിച്ച് എല്ലാവരും കൂട്ടിയിട്ടിരിക്കുന്നത്. ഗിനിക്കുട്ടൻ. 2 ടർക്കിക്കുട്ടന്മാരുണ്ട്, 2 പേര് അത്യാവശ്യം ചെറുക്കന്മാരാട്ടോ. പിന്നെ ഒരു ഫാൻസിക്കോഴി ക്രോസ്, പിന്നെ ഒരു ജോഡി കരിങ്കോഴി. അപ്പം ഇവിടെ കരിങ്കോഴി പൂനെ മാത്രമേ തുറന്നു വിട്ടിട്ടുള്ളൂ. അപ്പം അവളൊരു പെടയുണ്ട് കേട്ടോ. ഇതും കണ്ടോ, അത്യാവശ്യം തല്ലിപ്പുളി കൂടൊക്കെ തന്നെയാണ്. ഒരു വിശ്വാസം, തെരുവട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് ആവശ്യത്തിന് ഫുഡ് കൊടുക്കുന്ന കാരണം അവർ പൊളിക്കത്തില്ലെന്നുള്ളൊരു വിശ്വാസമാണ്. അതും
നമ്മൾ എത്ര വലിയ കൂട് പണിതിട്ടെന്ന് പറഞ്ഞാലും ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം നശിഞ്ഞു പോകും. അപ്പം പട്ടികളുണ്ടെങ്കിലും ഇങ്ങനെ വളർത്താം. പട്ടികൾ എന്തുകൊണ്ട് ആക്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് തീറ്റയില്ലാത്ത കാരണം. അതല്ലേ സത്യം. അല്ലെങ്കിൽ ഇത്രയും ലോക്കൽ കുട്ടി നിങ്ങൾ കിടക്കുമോ? പ്രാവുണ്ട് കേട്ടോ. പ്രാവിന് പുറത്ത് പോകണമെങ്കിൽ ഇതാണ്ടോ കീര കൂടാ. ഇതിൽ വേണമെങ്കിൽ പുറത്ത് പോകാം. ഒരാൾ ഇവിടെ പുറത്ത് പോകത്തില്ല. ഇവരുടെ ലോകം സത്യം ഇതാ. ഇതിൻ്റെ അകമാണ് ഇവരുടെ ലോകമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പം ഡാമേജ് വരുന്ന പ്രാവുകളെയും കൂട്ടിലിട്ട് ചികിത്സിക്കുന്നത്. അപ്പോൾ അവരൊറ്റക്കിടാതെ അവരുടെ ജോലിയിലും കൂടെ ഇടും. ഇതാട്ടോ നമ്മുടെ കരിങ്കോഴിപ്പെണ്ണ്. പിന്നെ വേറെ 3 പേരും കൂടി ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരാഴ്ച മിച്ചം കാണാതെ പോയിട്ട് ചത്ത് തിരിച്ചു വന്ന എൻ്റെ ആളാണ്. അന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. സിൽവർ ലൈസിൻ്റെ ഒരു മെയിലാട്ടോ ഇത് നമ്മുടെ മുത്തശ്ശിക്കോഴി. ഇതൊരു ക്രോസ് ബ്രീഡാട്ടോ. ആൾക്ക് പൂവൊന്നുമില്ല. കാരണം ഇവൻ കരിങ്കോഴീൻ്റെ പെടേനെ കൊത്തുന്ന കാരണം ഞാൻ ഇങ്ങോട്ട് പിടിച്ചിട്ടുന്നേ ഉള്ളൂ. കണ്ടോ ബൂട്ടൊക്കെ ഉണ്ട് ആളിന്. ഇതിൽ സിൽവർ ലൈസിനൊക്കെ നമുക്ക് ലക്കിക്ക് കിട്ടിയത്. ഈ സിൽവർ ലൈസും അതേപോലെ ആ പുള്ളിപ്പടേനും കൂടെ ഒരുമിച്ച് കിട്ടിയതാട്ടോ. ചുമ്മാ നമ്മുടെ ടർക്കിക്കുട്ടന് അവനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, എടുത്തിട്ട് പെരുമാറും. ഇവനാണെങ്കിൽ കരിങ്കോഴിയോട് ഭയങ്കര ആക്രമണം, പൂവനോട്. അങ്ങനെ പിടിച്ചിട്ടിരിക്കുന്നു. നമ്മുടെ ഗിനി ആ ചെറുക്കനും കൂട്ടിലായിരുന്നു. അവനെ എടുത്ത് കൊത്തിപ്പറിച്ച് കണ്ടോ, അവനെ കൊത്തിപ്പറിച്ച് ഒരു പരുവക്കേടാക്കിയായിരുന്നു. ഇത്രയും വലിയ ടർക്കിയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഈ കുരുപ്പ് അവനെടുത്ത് ആക്രമിക്കുമായിരുന്നു. സത്യം നമുക്ക് ഇത്രയും കോഴി ഉണ്ട് കേട്ടോ. ഏകദേശം എത്ര കോഴി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ കുട്ടി ഈ 13 കോഴി. ഈ കുട്ടിയിൽ എണ്ണ എടുക്കാനായിട്ട് എനിക്കറിയത്തില്ല. 16, 17, 18, 19, 22, 23 കോഴി നമുക്കുണ്ട്. ടർക്കി ഇനിയൊന്നും കൂട്ടാതെ കേട്ടോ. അവനും ചെറുക്കനാട്ടോ. ഇതൊന്ന് രാവിലെ ഒരു അത്യാവശ്യം ഈ പാത്രത്തിൽ തീറ്റ നിറച്ച് കൊടുത്ത് ആ പാത്രത്തിൽ വെള്ളം മരക്കി കൊടുത്ത് തന്നെ പിന്നെ വൈകിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കത്തേ ഉള്ളൂ. ലാഭമൊന്നുമില്ല, മനസ്സിന് സന്തോഷം. നമുക്ക് ഒറ്റപ്പെട്ടില്ല, ഒരു കാര്യമില്ല. എനിക്ക് കൂട്ടാളുണ്ടെന്ന് എന്താണ് അറിയിക്കാൻ വേണ്ടി മാത്രം വളർത്തുന്ന കേട്ടോ. ഇവൻ ഒരു രക്ഷയില്ല കേട്ടോ. കോഴിനൊക്കെ പിടിക്കുന്ന ചെക്കനാ. എൻ്റെ ചെടിയൊക്കെ അടിച്ചുകൊണ്ട് പോകും. ഇതുണ്ടോ കള്ളിമുള്ളി ചെടി ഉണ്ടോ, ഞാനൊക്കെ പറിച്ചുകൊണ്ട് പോകും. ഇതൊക്കെ എത്തിനെ വളർത്തിയ കുളങ്ങളാണ്. പിന്നെ കൊക്ക് പിടിച്ചുകൊണ്ട് മഴ പോകുന്ന കാരണം പിന്നെ അങ്ങനെ നോക്കാറില്ല. കുറച്ച് കള്ളിമുള്ളിച്ചെടിയുണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്യാനുള്ള സമയം സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല. എടുത്ത ഞായറാഴ്ച ഒന്ന് കറങ്ങാൻ പോകും. ഇന്ന് ഉറങ്ങിയില്ല, കറങ്ങാൻ പോയി. എന്നിട്ട് ഞാനായിട്ട് ഒരു ബന്ധമില്ലാത്ത ഇവിടുത്തെ അന്തേവാസികളാട്ടോ. ഇത് 3 പേര്. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാൻ നോക്കുന്നേ ഉള്ളൂ. വീട്ടിലെ പറമ്പാ. ഇത് ചെറിയൊരു വാട്ടർ പ്ലാന്റ് കളക്ഷൻ ആട്ടോ. പല വെറൈറ്റി ആമ്പൽ. ഈ ആമ്പൽ നടുമ്പോൾ നമുക്കൊരു ഗുണം കൂടിയുണ്ട്. അസോൾ ആവശ്യത്തിന് കോഴികൾക്ക് വേണ്ടി നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ നോക്കും. എല്ലാത്തിലും ആമ്പലും അസോളയും കൂടി ചെയ്യുന്നുണ്ട്. പൂവ് കിട്ടിയാൽ പൂ പൂത്താലും എനിക്ക് കാണാനുള്ള പാകില്ല. ഞാൻ പകൽ പോയി കഴിഞ്ഞാൽ രാത്രിയിലേ വരത്തുള്ളൂ. ഇത് വെള്ളത്തിൻ്റെ അടിയിലുണ്ടാകുന്നൊരു സൈസ് ചെടിയാട്ടോ. വെള്ളത്തിൻ്റെ പൊക്കത്തും ഉണ്ടാകും. ഇത് വെറൈറ്റി വാട്ടർ പ്ലാന്റുകൾ പല വെറൈറ്റീസ് ഇങ്ങനെ കളക്ട് ചെയ്ത് ഓൺലൈൻ വഴി മേടിച്ചും അല്ലാതെയൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഒരു സന്തോഷം. ഇത് മാത്രം ഞാനൊരു സ്ഥലത്തുനിന്ന് ഒരു വീട്ടുകാർ ഒരാഴ്ചയോളം വെയിലത്ത് കിടന്നിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് വെച്ചതാട്ടോ. മിക്കവാറും പൂവുണ്ട്. പഴുത്തോട്ടത്തിൻ്റെ സൈഡിൽ കൊണ്ട് വെച്ചതേ ഉള്ളൂ. ഒതുങ്ങിയൊരു സ്ഥലമല്ലേ. ഈ പഞ്ഞപ്പൂടെ നശിപ്പിക്കുന്ന ഓരോ ചെടികൾ. പിന്നെ ഗപ്പീസ. ഇതും ഇന്നൊക്കെ രാവിലെ ഒരു 6:30-6:30 എല്ലാത്തിനെയും കരിയാടി തീർത്ത് ജോലിക്ക് പോവും. വൈകിട്ട് വരും. പിന്നെ കുറച്ച് ചെടികൾ ആഴ്ചയിലൊന്നേ നനയിലൊക്കെ നടക്കത്തുള്ളൂ. രണ്ടാമത്തെ കൂട് അവിടെയും ഒന്നാമത്തെ കൂട് അവിടെയും രണ്ടാമത്തെ കൂട് പുറകിലും കേട്ടോ. ഇത് വീട്ടിലെ ആമ്പൽക്കുളം, മീൻ വളർത്തുന്ന കുളം കേട്ടോ. മീനൊന്നും പിടിക്കാറില്ല. ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ട് വിധത്തിൽ. വർഷങ്ങളായിട്ട് സിലോപ്പിയ കൂടുതലും കിടക്കുന്ന പെറ്റ് പെരിക്കൊണ്ടിരിക്കുന്നു.